ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപർണയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അബ്നോർമൽ ഗെയിനിനെ പറ്റിയാണ്. അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രോസസ് കോസ്റ്റിങ്ങിലൊക്കെ വരുന്ന ഒരു ടേമാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. എന്താണ് അബ്നോർമൽ ഗെയിൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ കൂടുതൽ വരുന്ന ഔട്ട്പുട്ടിനെ അബ്നോർമൽ ഗെയിൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ 1000 യൂണിറ്റ്സ് റോ മെറ്റീരിയൽ ഇൻപുട്ട് ചെയ്തു. നമ്മുടെ മൈൻഡിൽ ഒരു എക്സ്പെക്റ്റഡ് ലോസ് ഉണ്ട്, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ലോസ്. അതിന് നമ്മൾ നോർമൽ ലോസ് എന്നാണ് പറയുക. സേ ഫോർ എക്സാമ്പിൾ അതൊരു 10% ആണെന്ന് വിചാരിക്കുക. സോ 1000-ൽ നിന്നും 10% ലോസ് കഴിഞ്ഞ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 900 ആണ്. 920 ആണ് എനിക്ക് ആക്ച്വൽ വന്ന ഔട്ട്പുട്ട്. സോ ദാറ്റ് 20 ഈസ് അബ്നോർമൽ ഗെയിൻ. നമ്മൾ പ്രതീക്ഷിച്ചത്ര ലോസ് വന്നില്ല. അതായത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനേക്കാളും ആക്ച്വൽ ഔട്ട്പുട്ട് കൂടുതലാണ്. ആ സിറ്റുവേഷനെയാണ് നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയുക. ആ ഗെയിൻ ചെയ്ത യൂണിറ്റ്സിനാണ് നമ്മൾ അബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സ് എന്ന് പറയുക കേട്ടോ. താങ്ക് യു സോ മച്ച്.